ശ്രീ ടി ജെ വിനോദ്. സർ, ബഹുമാനപ്പെട്ട മന്ത്രി ഈ തൊഴിലില്ലാത്തത് മൂലം ചെറുപ്പക്കാർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ അഭിപ്രായം വളരെ വേദനാജനകമാണ് സാർ. IT മേഖലയിൽ അടക്കം ജോലി ചെയ്യുന്ന യുവാക്കൾ ജോലി സമ്മർദ്ദം വർദ്ധിച്ചു വരുന്നു എന്ന് അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള സംഭവങ്ങൾ തെളിയിക്കുകയാണ് സാർ. സ്ത്രീകളടക്കം 8 മണിക്കൂർ അധികം ജോലി ചെയ്യുകയും നൈറ്റ് ഷിഫ്റ്റ് അടക്കം ജോലിയിൽ പോകേണ്ട അവസ്ഥയുമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈ അടുത്ത കാലത്ത് പൂനെയിൽ ഒരു അന്താരാഷ്ട്ര കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി പെൺകുട്ടി ആത്മഹത്യ IT മേഖലയിലെ ചൂഷണം വലിയ ചർച്ചയായിരുന്നു. ചോദ്യത്തിലേക്ക് വാ. കേരളത്തിലെ IT പാർക്കുകളും സമാന സ്ഥിതിയാണ്. ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമായ പഠനം നടത്തിയെന്ന് മന്ത്രിയുടെ റിപ്പോർട്ടിലുണ്ട്. ഇത്തരം നടപടികൾ സ്വീകരിക്കുന്ന കമ്പനികൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ഗവൺമെന്റ് ഉദ്ദേശിച്ചത്? സർ, ഞാൻ പറഞ്ഞതിന് അങ്ങ് തെറ്റിദ്ധരിച്ച് സംസാരിച്ചു. തൊഴിലില്ലായ്മയെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ തൊഴിൽ ചെയ്യുന്ന മേഖലയിലെ സമ്മർദ്ദങ്ങൾ, പ്രയാസങ്ങൾ, മാനസികാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ഇടവരുത്തുന്നു തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ കേരളത്തിൽ തൊഴിലില്ലായ്മയുടെ പേരിൽ ആരെങ്കിലും സമ്മർദ്ദം ഉണ്ടായി, ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രയാസം ഉണ്ടായി, അങ്ങനെ കേരളത്തിൽ ആളുകൾ അരിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ട് ഒരു കാര്യം എൻ്റെ ശ്രദ്ധപ്പെടാത്ത കാര്യം ഞാൻ അങ്ങോട്ട് സമ്മതിക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞു. അങ്ങേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ തന്നു കഴിഞ്ഞാൽ നമുക്കത് പരിശോധിച്ച് പരിഹരിക്കാം. നമ്മുടെ മുമ്പുള്ള മാനസിക സമ്മർദ്ദമുണ്ട്. 6 മണിക്കൂർ ജോലി അല്ലെ 8 മണിക്കൂർ ജോലി ചെയ്യേണ്ടിടത്ത് 12-16 മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. IT മേഖലയിലും പ്രശ്നമുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ കൊടുത്ത റിപ്പോർട്ടിനകത്ത് മെൻ്റൽ ഹെൽത്ത് ഓഫ് യൂത്ത് അറ്റ് വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് പഠിച്ച് പഠന വിധേയമാക്കി എല്ലാ മേഖലയെ സംബന്ധിച്ചും ഉള്ള ഒരു കാര്യങ്ങൾ ആളുകളുമായി ചെറുപ്പക്കാർക്കിടയിലുള്ള അവരുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യുവാക്കൾക്കിടയിൽ ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുമെന്ന് സഭയ്ക്ക് ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു.